അപ്പൊ ഗൈസ്, ഞാൻ ഏകദേശം ഫുള്ള് ചാപ്റ്റർ പഠിച്ചെടുത്തിട്ടുണ്ട്. ഫിസിക്സും കെമിസ്ട്രി മാത്സും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ പഠിച്ചെടുത്തിട്ടുണ്ട്. 4 വട്ടം റിവൈസ് ചെയ്തു. എനിക്ക് നേരെ പോയി എക്സാം എഴുതിയാൽ മതി. ഫുൾ മാർക്കാണ്. ഞാൻ ഫുൾ ഗ്യാരണ്ടിയാണ്, ഫുൾ മാർക്ക് കിട്ടും. ഇങ്ങനെയൊക്കെയല്ല നിങ്ങൾക്ക് പറഞ്ഞു കേൾക്കണ്ട്. ഞാൻ ആക്ട് ചെയ്യാന്നാണ് കുറെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഒരു 5 കമന്റൊക്കെയാണ് ഞാൻ ഇഗ്നോർ ചെയ്ത് വിടുന്നത്. ഇത് മൊത്തം അതന്നെ കുറച്ച് ആൾക്കാരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, +1 മാർക്ക് വെച്ചിട്ട് +2 കിട്ടണം എന്ന് നിർബന്ധമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. +1 ഞാൻ അത്യാവശ്യം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 3 മാസം എഫേർട്ട് ഇട്ടിട്ടുള്ളൂ. ആ എഫേർട്ട് ലാസ്റ്റിക്ക് +1 അതിന് തന്നെ ഏകദേശം എനിക്ക് മാത്സിന് ഏകദേശം 2 മാർക്കൊക്കെ പോയി എന്നുള്ള കൺഫേം ആയിരുന്നു. +1 ഡബിൾ വാല്യൂഷൻ അല്ല, മാത്സ് ടഫ് ആയതുകൊണ്ട് എനിക്ക് ഏകദേശം 2 മാർക്ക് എന്തായാലും പോയെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അവരിട്ട് തന്നു. അത് എന്തിനാന്ന് എനിക്കല്ല, ഇതായതുണ്ടാവും, മാത്സ് ടഫ് ആയതുണ്ടാവും എന്തായാലും ഇട്ട് തന്നത്. എന്ത് വെച്ചിട്ട് ഞാൻ ഒരു ക്ലാസ്സും കൂടി, അൽബിൻ കട്ടക്കട സാറിന്റെ ക്ലാസ്സും കൂടി കണ്ടോണ്ടാണ് എനിക്ക് ആ മാത്സിൽ അത്യാവശ്യം മാർക്ക് ഉണ്ടായത്. അന്ന് വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ആക്ട് ചെയ്യാനെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഡിസംബർ ഏകദേശം ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ ആഗസ്റ്റ് മുതൽ തുടങ്ങിയാണ്. ഞാൻ +1 നല്ല മാർക്കിന് പറഞ്ഞിട്ട് +2 അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉഴപ്പിയിട്ടുണ്ട്. ഉള്ളത് പറയാറ്, ഞാൻ നിങ്ങളുടെ സ്റ്റഡി വ്ളോഗ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. സ്റ്റഡി വ്ളോഗ് അല്ലാത്ത ദിവസങ്ങൾക്കൊന്നും നിങ്ങൾക്ക് അറിയില്ല. അതാണ് സത്യാവസ്ഥ. സ്റ്റഡി വ്ളോഗുള്ള ദിവസം ഞാൻ നല്ല പഠിക്കുന്നുണ്ട്. കാരണം സ്റ്റഡി വ്ളോഗ് എടുക്കണമല്ലോ വിചാരിച്ചിട്ട് പഠിക്കുന്നുണ്ട്. സ്റ്റഡി വ്ളോഗ് എടുക്കുന്ന ദിവസമൊക്കെ ഞാൻ അത്യാവശ്യം നല്ല പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്തൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ആ സ്റ്റഡി വ്ളോഗ് എടുക്കുന്ന സമയത്തേക്ക് വേറെ ഒന്നും ചെയ്യില്ല. സ്റ്റഡി വ്ളോഗ് എടുക്കാത്ത ദിവസം ഞാൻ കുറേ ദിവസം നാളെ പഠിക്കാറുണ്ട്, അങ്ങനെ കുറേ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും വിചാരിച്ച് സ്റ്റഡി വ്ളോഗ് ഇട്ടിട്ട് കുറച്ചു നേരം പഠിച്ച് ഒരു കമന്റ് വന്നിരുന്നു അതിൽ. അതാണ് ഏറ്റവും യാഥാർത്ഥ്യം. അതിൽ കുറച്ച് ഇംഗ്ലീഷിലുള്ള പാരഗ്രാഫാണ് എനിക്കിപ്പോൾ ഇവിടെ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. അതിൽ പറയുന്നത് തന്നെ ഭയങ്കര അധികം കറക്റ്റാണ്. പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലോങ് ഹവർ പഠിക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ അവർക്ക് ഫുൾ മാർക്ക് കിട്ടണം. അത് ഒരു വീഡിയോയിൽ അങ്ങനെ കുറെ വീഡിയോസ് ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൽ കുറെ വീഡിയോസ് ഇല്ലാത്ത ദിവസങ്ങളാണ് കൂടുതലുള്ളത്. ആ ദിവസങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു ആഗസ്റ്റ് ആയപ്പോഴാണ്, സെപ്റ്റംബർ ആഗസ്റ്റോ ആയിട്ടാണ് ഞാൻ ഈ ബാച്ച് സെയിൽ തുടങ്ങി. എൻ്റെ ബ്രില്യൻറ്റ് ബാച്ച് ഉണ്ട് എൻ്റെ, അത് ഒന്ന് സെയിലാക്കാൻ വെച്ചിട്ട് എനിക്ക് അതിപ്പോൾ അത്യാവശ്യം ഞാൻ ജയ് നിർത്തേണ്ട ആവശ്യം എന്താണ്? പിന്നെ ഞാൻ ഇപ്പോൾ ഇത്ര കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരാവശ്യം ജയ് നിർത്തണ്ടേ? അപ്പോൾ എനിക്ക് അത്യാവശ്യം ഞാൻ പോയി. +1ലേക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. +2 ഞാൻ പോയി. സാധാരണ പറയല്ലേ, +1 നല്ല മാർക്ക് ഉണ്ട്, +2 പിന്നെ എന്തായാലും ജയിക്കുന്നു. അതിനോട് ഞാൻ അത്യാവശ്യം പോയി. അത് കാരണം ഞാൻ ആഗസ്റ്റിലൊക്കെ, അതിന് മുന്നേ ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. ജെയിന്റെ വ്ളോഗ്സ് ഒക്കെ ഇട്ടിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അത്യാവശ്യം പഠിക്കുന്നുണ്ട്. ഞാൻ യൂട്യൂബ് കാണാൻ, ഞാൻ മനുഷ്യൻ തന്നെയല്ലേ, യൂട്യൂബ് കാണുക. ഒരു ടോപ്പർ, ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. ടോപ്പറിന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ടോപ്പർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടേ പോകണം. അതാണ് ടോപ്പർ. ഡിസിപ്ലിൻ ഒക്കെ വേണം. ഞാൻ ഒരു ആവറേജ് +1 അത്യാവശ്യം ഞാൻ മൂന്ന് മാസത്തോളം കഷ്ടപ്പെട്ടുകൊണ്ടാണ് അത്രയും മാർക്കിലേക്ക് എത്തി. +2 എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതുണ്ട്, ലാബ് ഉണ്ട്, എന്തൊക്കെ ഉണ്ട്, അസൈൻമെന്റ്, റെക്കോർഡ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ആക്ട് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു ആഗസ്റ്റ് മാസമൊക്കെ ആയപ്പോൾ, അതിന് മുന്നേ അത്യാവശ്യം ഞാൻ പഠിച്ചിരുന്നു. ജെയ്ക്കൊക്കെ കുറെ പഠിച്ചിരുന്നു, ബ്രില്യൻ്റ് ഒക്കെ. പിന്നെ അത്യാവശ്യം മനസ്സിലാവാഞ്ഞപ്പോഴാണ് ഞാൻ ബ്രില്യൻ്റ് സെയിലാക്കിയത്. അങ്ങനെ അതൊക്കെ അത്യാവശ്യം പഠിച്ച ആഗസ്റ്റ് ഒക്കെ ആയപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ബ്രില്യൻ്റെ ബാച്ച് വെക്കാന്ന്. അങ്ങനെ ഏകദേശം എൻ്റെ 1-1.5 മാസമാണ് പോയി. നിങ്ങൾ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഞാൻ ഉള്ളത് പറയും. നിങ്ങൾ വിശ്വസിച്ചില്ല, എനിക്കൊരു കുഴപ്പമില്ല. കാരണം കുറെ ആൾക്കാർ കമന്റ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത് തന്നെ. അപ്പോൾ 1-1.5 മാസം എൻ്റെ ബാച്ച് സെയിലിനായിട്ട് വേണ്ടി മാത്രം പോയത്, ഒരു ബ്രില്യൻ്റെ ബാച്ച് വെക്കാൻ മാത്രം. അതിൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബാച്ചും കൂടി ഉണ്ടായിരുന്നു, അതും വെക്കാൻ. ഓൻ്റെ ടൈമും പോയി ഏകദേശം 1 മാസം. എൻ്റെ ഏകദേശം 1.5 മാസത്തോളം പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഏകദേശം ഒക്ടോബർ ലാസ്റ്റിക്ക് നവംബർ ഫസ്റ്റിക്കേറ്റം ടൂർ പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് സ്കൂളിൽ നിന്ന് ഞാൻ വെച്ച് ഇനി ടൂർ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ പഠിച്ചു നോക്കാം. ടൂറിന്റെ ബ്ലോഗ് ടൂർ കഴിഞ്ഞിട്ട് ഏകദേശം ടൂർ കഴിഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ പഠിച്ചിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോകാമെന്ന് വിചാരിച്ചിരുന്നു. ടൂർ കഴിഞ്ഞ് എത്രാം തീയതി എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയിട്ടില്ല, നവംബർ അത്രയ്ക്കൊക്കെ ആവും. അപ്പോൾ അന്ന് മുതൽ ആ മാസം ടൂർ പോയി വന്നു കഴിഞ്ഞ മാസം വരെ ടൂർ പോയി വന്നപ്പോൾ ഞാൻ വെച്ച് ഇന്നത്തെ ക്ഷീണം കാരണം നാളെ പഠിക്കാം, അങ്ങനെ പഠിക്കാൻ ദിവസം മാറ്റി വെച്ച് ആ മാസം കഴിഞ്ഞു. പിന്നെ നവംബർ പകുതിക്ക് വെച്ചാണോ ഞാൻ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തെന്നറിയില്ല. നവംബർ പകുതിക്ക് വെച്ചോ ഡിസംബർ ഫസ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തത്. ഡിസംബർ ഫസ്റ്റിക്കല്ല, നവംബർ ഒരു പകുതിക്ക് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഡിസംബർ ഫസ്റ്റില് ആ വീക്കിൽ എന്താണ് ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺ എക്സാം വരെയൊക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന്റെ മാർക്കും ഓൺ എക്സാമിന്റെ റിസൾട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയാൻ മതിയാവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മാർക്കുണ്ട്. A+ ഒന്നുമില്ല, മാത്സിന് മാത്രമേ A+ ഉള്ളൂ. ബാക്കിയുള്ളതൊന്നും ഇല്ല, കമ്പ്യൂട്ടർ സയൻസ് ഒന്നും എഴുതിയില്ല. അതുവരെയൊക്കെ അത്യാവശ്യം ഞാൻ പഠിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നല്ല രീതിയിൽ ഉഴപ്പിയിട്ട് ഞാൻ ഇപ്പോൾ നവംബർ ഒരു പകുതി, നവംബർ ഒരു 10 സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഡിസംബറിലെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ കുറെ ലീവ് എടുത്തു. സ്കൂളിൽ നിന്ന് പോകാതെ കുറെ ലീവ് എടുത്തിട്ട് വീട്ടിൽ നിന്ന് പഠിച്ചു. ഞാൻ നല്ല മാർക്ക് കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പഠിച്ചു, അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു. ചാപ്റ്റേഴ്സ് കുറേയൊക്കെ കവർ ചെയ്തു. അങ്ങനെ ഡിസംബർ എക്സാം എഴുതി. ക്രിസ്മസ് എക്സാം ആദ്യത്തെ എക്സാം തന്നെ നല്ല ടഫ്. അപ്പൊ എല്ലാവർക്കും ടഫാന്ന് മനസ്സിലായപ്പോൾ നല്ലൊരു ഹരം കയറി. അങ്ങനെ
പിറ്റേത്തെ എക്സാമും എല്ലാം അത്യാവശ്യം ഫുൾ എക്സാമും ടഫ്. പിന്നെ ടഫ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എക്സാമിലൊക്കെ ഞാൻ പഠിക്കാതെ പോയി. അതും കുറെ ആൾക്കാർ പറ്റിക്കാന്നാ പറഞ്ഞത്. ഞാൻ വേണം വിശ്വസിച്ചത് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു നിർബന്ധമില്ല. ഞാൻ അന്ന് ഫിസിക്സ് ആണ് പഠിച്ചത്. ഹിന്ദി എക്സാമിന് പകരം ഫിസിക്സ് പഠിക്കുന്ന വരെ വീഡിയോ ഇട്ടു, എന്നിട്ട് പഠിക്കാന്നാ പറയുന്നത്. ഫിസിക്സ് പഠിച്ച ഏതോ ഒരു പാഠം പുതിയ പാഠമായിട്ടായിരുന്നു പഠിച്ച്, ഡുവൽ നേച്ചർ ഇട്ട് അന്ന് പഠിച്ച്. അങ്ങനെ പോയിട്ട് നിങ്ങൾ മാർക്ക് വരെ കണ്ടു എന്നിട്ട് ആക്ട് ചെയ്യാന്ന് പറഞ്ഞ് എന്താണ് ഫിസിക്സിന് എനിക്ക് 33, അത്യാവശ്യം നല്ല ടഫ് തന്നെയായിരുന്നു. 33 കിട്ടി 60. പിന്നെ മാത്സിന് തന്നെ 44. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാത്സിക്ക് അത്യാവശ്യം അറിയാം. അതിനോണ്ട് തന്നെ മാത്സിന് 44 കിട്ടിയിട്ടുള്ളൂ. അത് കിട്ടി. പിന്നെ കെമിസ്ട്രിയിലൊക്കെയാണ് 24, കമ്പ്യൂട്ടർ സയൻസിലൊക്കെയാണ് 5. കമ്പ്യൂട്ടർ സയൻസ് ഞാൻ ഒരു പാഠം കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് അന്ന് ഒരു പാഠം പഠിച്ചിരുന്നു, 3-ാം പാഠം. അതിന് മാത്രമാണ് എനിക്ക് 5. പിന്നെ കുറച്ച് കോപ്പിയോ അടിച്ചിട്ടാണ് 5 കിട്ടിയത്. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഒന്നും പഠിച്ചിട്ടായിരുന്നപ്പം ഫുൾ ഓസ്കാർ ദ ഫിഷോ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. സപ്പോർട്ട് ചെയ്തത് അത്രയ്ക്ക് പറയാനുള്ളൂ. പിന്നെ ഡിസംബർ വരെ അത്യാവശ്യം പഠിച്ചല്ലോ. പിന്നെ ഡിസംബർ വെക്കേഷനിലൊക്കെ ഞാൻ അത്യാവശ്യം ഫുള്ളൊന്നും പറയില്ല, പകുതിയോളം കുറച്ചൊക്കെ ഉഴപ്പി. കാരണം സിനിമയ്ക്ക് പോയി. അതിന്റെ റിവ്യൂ ഒക്കെ ഞാൻ വേറെ, നിങ്ങൾ ഈ വിചാരിക്കുന്ന എനിക്ക് ഒരു ചാനലല്ലല്ലോ, ഏകദേശം 6 ചാനലുകളുണ്ട്. അതിൽ ഇത് മാത്രമേ അത്യാവശ്യം, ഇതല്ല എന്റെ മെയിൻ ചാനൽ മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ആ ചാനലിൽ വീഡിയോ എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇട്ട്. അപ്പൊ അതിന് പകരം ഞാൻ ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങി, അതിലിടാൻ വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഏകദേശം ഈ ചാനലൊന്നും നല്ല രീതിയിൽ വിന്നിങ് ആയപ്പോൾ ഞാൻ കുറെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ പൊട്ടി. ഗെയിമിന്റെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ പൊട്ടി. ചാനലിനെ കാണാനില്ല. പിന്നെ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, 75 ഹാർഡ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അന്ന് ആ ചാനലിലൊക്കെ കുറെ അത്യാവശ്യമൊക്കെ വീഡിയോ ഇട്ടിരുന്നു. പിന്നെ ആ ചാനലിന്റെ പാസ്വേഡൊക്കെ മറന്നു, ആ ചാനലും പോയി. പിന്നെ ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടുണ്ട്. കുറെ ചാനൽ ഉണ്ടെങ്കിൽ ആ നേരമൊക്കെ പോകുന്നുണ്ട്. പിന്നെ പഠിക്കുക മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. നിങ്ങളൊക്കെ പഠിക്കുന്ന മാത്രം വീഡിയോസ് കാണുന്നതുകൊണ്ടാണ് അത്രയും നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്. സത്യം അതല്ല സംഭവം. അപ്പോൾ ഡിസംബർ പകുതി വരെയൊക്കെ ഞാൻ അത്യാവശ്യം സിനിമയൊക്കെ കണ്ട്, അങ്ങനെ ഡിസംബർ പകുതിക്കൊക്കെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചപ്പോൾ അപ്പോഴാണ് ലാബ് എക്സാം വരുന്നത്. ലാബിന്റെ റെക്കോർഡ് ചെയ്തിരുന്ന വീഡിയോസ് ഒക്കെ ഞാൻ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. റെക്കോർഡ് ചെയ്തിരുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ഏകദേശം ജനുവരി 2025 ഫസ്റ്റിക്കൊക്കെ ഞാൻ റെക്കോർഡ് തന്നെ ഇരുന്ന് അത് ഫുൾ എഴുതി, അത് കംപ്ലീറ്റ് ചെയ്ത് ഫുള്ള് സബ്മിറ്റ് ചെയ്ത്. പിന്നെ വരുന്ന റെക്കോർഡ് ലാബ് എക്സാമിന്റെ മോഡൽ, അതിനൊക്കെ പോയി. അപ്പോഴൊക്കെ ലാബ് എക്സാമാണ് പഠിക്കുന്നത്. ഡിസംബറിലാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് ഈ ബോർഡിനല്ല ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി, അതായത് ബോർഡിന് വേണ്ടിയിട്ട് തന്നെ പഠിക്കുന്നത്. പിന്നെ കഴിഞ്ഞത്തെ എപ്പോഴാ വെച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി ലാസ്റ്റിലേക്കാണ് കഴിഞ്ഞത്. ഇത് ലാബ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നത് ഈ ബോർഡ് എക്സാമിന്റെ സ്റ്റഡീസിക്ക് തന്നെ. അപ്പോൾ ഏകദേശം ഒരു ജനുവരി 26 എനിക്ക് കഴിഞ്ഞത്. ഫെബ്രുവരി 6 എനിക്ക് ലാബ് കഴിഞ്ഞത്. ഫെബ്രുവരി 6 കമ്പ്യൂട്ടർ സയൻസ് ലാബ്. അതിന്റെ മുന്നേ ഞാൻ ഫെബ്രുവരി 6 മുന്നേ കുറെ ഗ്യാപ്പ് ഉണ്ടായി. അതിന് കുറച്ച് ഞാൻ ബോർഡ് നോക്കി. ഫെബ്രുവരി 6 കഴിഞ്ഞേരെ നേരെ ബോർഡ് തന്നെയായിരുന്നു നോക്കി. അപ്പോൾ ഇതിന്റെ ചാപ്റ്റേഴ്സ് കുറെ ഞാൻ ക്രിസ്മസിന് തീർത്തിട്ടുണ്ട്. പക്ഷെ അത്ര ബുദ്ധിയൊന്നും ഇല്ലല്ലോ, 1-1.5 മാസം റിവൈസ് ചെയ്യാതെ പിന്നെ എങ്ങനെ ഓർമ്മ ഉണ്ടാവുക? അതുകൊണ്ടാണ് ഞാൻ ഫെബ്രുവരി 6 മുതൽ പിന്നെ കെമിസ്ട്രി മാത്സ് മാത്രം, മോഡൽ എക്സാം 17-ാം തീയതി വരെ കെമിസ്ട്രി മാത്സ് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അതന്നെ ഫുള്ള് ഒരു ദിവസം 2 ചാപ്റ്ററേക്ക് നോക്കാൻ പറ്റുള്ളൂ. കാരണം പറയുകയാണെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ പഠിക്കണം, ക്വസ്റ്റ്യൻസ് ചെയ്യണം. അങ്ങനെ ഒരു ദിവസം 2 ചാപ്റ്റർ, ചില ദിവസം 1 ചാപ്റ്റർ, ചില ദിവസം മടിയായിട്ട് പഠിക്കാൻ നിന്നിട്ടുണ്ട്. അന്ന് വീഡിയോസ് ഇട്ടില്ലല്ലോ. വീഡിയോസ് ഇടാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. വീഡിയോസ് ഇടുന്ന ദിവസമൊക്കെ ഞാൻ അത്യാവശ്യം പഠിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ പഠിക്കാതെ വീഡിയോ എടുക്കാൻ കഴിയുകയാണെങ്കിൽ എനിക്ക് കഴിയില്ല. കാരണം പഠിക്കുന്ന ചാനലിൽ പഠിക്കാതെ വീഡിയോസ് ഒന്നും ഇടാനില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസത്തിന്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ എന്ന് പറയുകയാണെങ്കിൽ കുറേയും യൂട്യൂബ് ചാനലിൽ ചെലവഴിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇത് ഇവിടെ കാണിച്ചു തരാം. ഇതിന്റെ ടൈമർ, അതായത് ഒരു ദിവസം എത്രത്തോളം ഫോൺ യൂസ് ചെയ്യുന്ന ടൈമർ ഞാൻ കാണിച്ചു തരാം. കുറെ ദിവസത്തേക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഫോട്ടോസ് ഒക്കെ കൊടുക്കാം. അങ്ങനെയാണ് എന്റെ കാര്യങ്ങൾ. അപ്പോൾ ഫെബ്രുവരി 17 ആയപ്പോഴത്തിന് കെമിസ്ട്രി ഏകദേശം 6 ചാപ്റ്ററോളം പഠിച്ചു തീർത്തു. മാത്സ് ഏകദേശം 11, 13 ഒരു 6 കുറച്ച 7 ചാപ്റ്ററോളം നല്ല ക്ലിയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചെടുത്തു. 17-ാം തീയതി മുതൽ ഫിസിക്സ് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. 17-ാം തീയതി മുതൽ ഫുൾ ഫിസിക്സ്, 22-ാം തീയതി വരെയായിട്ട് ഫിസിക്സ് നോക്കി. ഫിസിക്സ് അങ്ങനെ ക്ലിയർ ചെയ്തു ഫുള്ള് തന്നെ. ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കില്ല. ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. കെമിസ്ട്രിക്ക് 4 ചാപ്റ്റർ നോക്കാൻ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഡി ബ്ലോക്ക്, അമീൻസ്, ബയോമോളിക്യൂൾസ്, ഒരു ചാപ്റ്ററും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് പകുതി നോക്കി വെച്ചിട്ടുള്ളായിരുന്നു. കുറച്ചും കൂടി നോക്കാണ്ട്. ഈ 4 ചാപ്റ്റർ പഠിക്കാണ്ടെന്ന് പറഞ്ഞാൽ 2 ചാപ്റ്ററോളം ഞാൻ ക്രിസ്മസ് എക്സാമിന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല. അത് ആ ലെവലിലാണ് ഞാൻ പഠിക്കേണ്ടത്. 4 ചാപ്റ്റർ മാത്സ് തന്നെ 6 ചാപ്റ്റർ ഞാൻ പഠിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അതിൽ 7 ചാപ്റ്ററോളം ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ. 7 ചാപ്റ്ററോളം ഞാൻ ഈ ഫെബ്രുവരി 6 മുതൽ ഇങ്ങോട്ട് പഠിച്ചിട്ടുണ്ട്. ആ 6 ചാപ്റ്റർ എന്ന് പറഞ്ഞ് ഡിസംബറിൽ പഠിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ചാപ്റ്ററോളം ആ ഡിസംബറിൽ പഠിച്ചു. ആകെ 11 ചാപ്റ്റർ ആയിരുന്നല്ലോ എക്സാം. ആ 11 ചാപ്റ്ററും പഠിച്ചിരുന്നു.
അതിപ്പോൾ ഇതിന് മറന്നുപോയി. അങ്ങനെ 6 ചാപ്റ്റർ എനിക്ക് നല്ല ഒരു ചാപ്റ്റർ പഠിക്കാൻ അത്യാവശ്യം നല്ല വൃത്തിയിൽ പഠിക്കണമെന്നുണ്ട്. അതിനോടാണ് ഞാൻ 6 ചാപ്റ്റർ എന്ന് പറഞ്ഞ്. 6 ചാപ്റ്ററിൽ അത്യാവശ്യം എനിക്ക് അറിയാം. കാരണം ഡിസംബറിൽ പഠിച്ച കുറെ ഫുള്ള് മറന്നു പോയിട്ടൊന്നുമില്ല, അത്യാവശ്യം അറിയാം. അതിനോട് 6 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ മാത്സ് എക്സാമിന് ഞാൻ 6 ദിവസം ഉണ്ട്. അന്നെല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കാൻ വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഒരു പാഠം പഠിച്ചില്ല പറഞ്ഞാൽ അന്ന് ഒരു പാഠം പഠിച്ചിട്ടുള്ളൂ. അത് ഇപ്പോഴും ഓർമ്മ ഒന്നുമില്ല. അതിനോട് തന്നെ ഒരു പാഠം പഠിച്ചില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് കയ്യാണ് വിശ്വസിക്കുക, ഇല്ലെങ്കിൽ വിശ്വസിക്കേണ്ട. എനിക്കൊന്നും പറയാനില്ല, അത്ര തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഒരു ഫുള്ള് കുറെ ആൾക്കാർ ഇതിനെ പറ്റി തന്നെ കമന്റ് ഇട്ടുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. സത്യാവസ്ഥ ഞാൻ പറഞ്ഞാണ്. എല്ലാ ദിവസവും ഞാൻ പഠിക്കില്ല. ഞാൻ സാധാരണ ആവറേജ് സ്റ്റുഡൻസ്, അതായത് സാധാ ആവറേജ്, കുറെ യൂട്യൂബ് നോക്കുക, യൂട്യൂബിൽ ഷോർട്സ് കാണുക, അങ്ങനെ അങ്ങനെ തന്നെയാണ് കുറെ ദിവസം പോയതിൻ്റെ. പിന്നെ അങ്ങനെ ബാച്ച് സെയിലിന് പോയി, ടൂറ് പോയിട്ട് അങ്ങനെ പോയി. ടൂറൊക്കെ പറയാതൊക്കെ ഭേദം. അത്ര തന്നെ പറയാനുള്ളൂ. നിങ്ങൾക്ക് കയ്യാണ് വിശ്വസിക്കുക, അത്ര തന്നെ പറയാനുള്ളൂ. ബൈ.